നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു, ഞാൻ പോയതിനു ശേഷം ഒരിക്കൽ പോലും ഹരിയേട്ടനെ തിരക്കിയില്ലല്ലോ എന്ന്. എങ്ങനെ തിരക്കും? ഇവിടെ ഇങ്ങനെ ഒരാള് കൂടെ ഉണ്ടല്ലോ. യഥാർത്ഥ സൗഹൃദം എന്ന് പറഞ്ഞ ആളോട് എന്റെ ഇഷ്ടം എങ്ങനെ പറയും? വേണ്ട, പെട്ടെന്നൊന്നും വേണ്ട. എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച പെണ്ണ്, എന്റെ ആത്മാവിൽ ഞാൻ പ്രതിഷ്ഠിച്ച പെണ്ണ്. Jeevan? How do you feel? You better? എനിക്ക് പോണം ഡോക്ടർ. ഇവിടെ കിടക്കുമ്പോ ജീവൻ കൂൾ. എന്തൊക്കെയോ മനസ്സിലെ തികട്ടി ജീവൻ റിലാക്സ്. ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ ഡോക്ടർ. അതെ, ജീവൻ ഇന്നുകൂടി ഇവിടെ കിടക്കൂ. എന്നിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ആലോചിക്കാം. നോ ഡോക്ടർ, എനിക്ക് പോണം. ജീവൻ പ്ലീസ്. ഇവിടെ കിടന്ന് എനിക്ക് എന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റില്ല. എനിക്ക് പോണം ജീവൻ, എനിക്ക് പോണം. ജീവൻ പ്ലീസ്. ഞാനൊന്ന് പോണം പറയാം ഡോക്ടർ. ജീവൻ, ജീവൻ. ഡോക്ടർ, അത് നമ്മുടെ ഭാഗത്തുനിന്ന് അയാൾക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യുന്നതും ഇന്ന് അയാൾ പോകുന്നതും ഒരുപോലെയാ. നമ്മുടെ കസ്റ്റഡിയിലുള്ള സ്ഥലത്ത് തന്നെയാണല്ലോ താമസം. അയാൾ ഒരു പ്രത്യേക കാറ്റഗറിയിലെ കാണാൻ പറ്റും. ഉണ്ടായ അസൗകര്യങ്ങൾക്ക് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു വീണ. ഇനി ഞങ്ങൾ വീണയെ വിളിക്കും. ഓക്കെ. ഹരി, ഇതുവരെ ഇവിടുന്ന് പോയില്ലേ? ചേട്ടൻ നടന്നോ, ഞാനിപ്പോ ശരി. എന്തോ ഈ ഇടത്തിന് വല്ലാത്തൊരു പ്രത്യേകത തോന്നി. പരസ്പരം തിരിച്ചറിഞ്ഞ് നമ്മൾ ആദ്യമായി സംസാരിച്ചത് ഇവിടെയല്ലേ? ഓർമ്മയിലൊരിടം. ഇന്ന് രാത്രി പുതിയൊരു കവിത എനിക്ക് പ്രതീക്ഷിക്കാമോ? എനിക്കറിയില്ല. മനസ്സിലൊരു ഇരമ്പലുണ്ട്. അത് വാക്കുകളാണോ എന്റെ മനസ്സിന്റെ സന്തോഷമാണെന്നൊന്നും എനിക്കറിയില്ല. ഗൗരവക്കാരന്റെ പ്രകൃതമൊക്കെ വിട്ടിട്ട് ഹരി ഇങ്ങനെ സംസാരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്.
ഹരിയേട്ടൻ ഇവിടെ നല്ലൊരു കൂട്ടുണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു, ഞാൻ പോയതിനു ശേഷം ഒരിക്കൽ പോലും ഹരിയേട്ടനെ തിരക്കിയില്ലല്ലോ എന്ന്. എങ്ങനെ തിരക്കും? ഇവിടെ ഇങ്ങനെ ഒരാള് കൂടെ ഉണ്ടല്ലോ. എന്റെ മുന്നിലുള്ള വീരസ്യം പറച്ചിലും വെല്ലുവിളികളൊക്കെ കണ്ടപ്പോ ഞാനതൊരു ടീച്ചറുടെ ധർമ്മമായിരിക്കും എന്നാ കരുതിയത്. പക്ഷേ കാമുകന് വേണ്ടി കുറച്ചതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രണയാണോ രണ്ടുപേരും തമ്മില്? മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായിട്ടേ കാണൂ. അത് മുന്നിൽ നിൽക്കുന്നവരുടെ കുഴപ്പമല്ല. ആണും പെണ്ണും തമ്മിൽ പ്രണയം മാത്രമല്ല, മാന്യമായ സൗഹൃദമുണ്ട്. ഓ, ഞാൻ മാന്യമായ സൗഹൃദം എന്നാണല്ലോ പറഞ്ഞത്. അത് പക്ഷേ മിസ്സസ് വീണയ്ക്ക്, സോറി, ഇപ്പോഴത്തെ മിസ് വീണയ്ക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ശരി, ഞാൻ ശല്യാവുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം പത്മ ടീച്ചറെ. സോറി, നിത്യ ടീച്ചറെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.